നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് കോൺഗ്രസിനകത്തെ നേതാക്കന്മാർക്ക് വലിയ പരാതികളാണുള്ളത്. നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ റീൽസ് മാത്രം ഇട്ട് കളിക്കുന്ന ആൾക്കാരാണ്, റീൽസ് ഇട്ടാൽ വോട്ട് കിട്ടില്ലെന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി അന്ന് ചില കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ പറഞ്ഞു. അതിനുശേഷം PJ കുര്യൻ വളരെ ശക്തമായി ഈ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞ ദിവസം. തൊട്ടു പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ വിഷയം ഇതേപോലെ തന്നെ പറയുകയുണ്ടായി. അതായത് റീൽസ് അല്ല വേണ്ടത്, എന്താണ് റിയാലിറ്റിയിലേക്കാണ് ഇറങ്ങി വരേണ്ടത്, പ്രവർത്തനമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത എല്ലാ തിരഞ്ഞെടുപ്പുകളും വിജയിച്ചു. ഇപ്പം ഏറ്റവും ഒടുവിൽ വലിയ ഒരു നിലമ്പൂർ വിജയിച്ചു. അതൊക്കെ ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് കൂടെയല്ലേ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ വലിയ തരത്തിൽ ആളുകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടല്ലോ. പുതിയ കാലത്തെ മാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നൊരു ഭാഗം കൂടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന് ഇത്തരത്തിൽ എന്താണ് ഈ റീലിൽ മാത്രം ഒതുങ്ങുന്നതാണ്? അല്ല, യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കാര്യങ്ങൾ മൊത്തം കോമഡിയാണ്. നമുക്കറിയാലോ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ ID കാർഡുകളൊക്കെ ആയിരുന്നു അന്ന് പബ്ലിഷ് ചെയ്തിരുന്നത്. അതുമാത്രമല്ല, പല വ്യക്തികളും അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആ ഇതിൽ ഈ പട്ടികയിലുള്ള പല വ്യക്തികളും BJPയിലേക്ക് ചേക്കേറിയ വ്യക്തികളാണ്, യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഇന്നും അവരുടെ പേര് വെട്ടി മാറ്റിയിട്ടില്ല. അപ്പോൾ സംഘടനാപരമായിട്ട് കോൺഗ്രസ് വളരെയധികം ദൗർബല്യം നേരിടുന്നു. പിന്നെ ഇലക്ഷൻ വിജയിക്കുന്നു എന്ന് പറയുമ്പോഴും, ഈ കഴിഞ്ഞ ഇലക്ഷൻ വിജയിക്കുന്നു എന്ന് പറയുമ്പോഴും അത് കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രം വിജയിക്കുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു ആൾക്കൂട്ട പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കേരളത്തിലെ മാത്രം കേസല്ല, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെയും കേസ് ഇത് തന്നെയാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് നാമാവിശേഷമായിട്ടുള്ള പല സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ സൂചന പോലും നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും ഈ പറയുന്ന UPയിലാകട്ടെ, ഈ പറയുന്ന തമിഴ്നാടോ UPയോ ഈ പറയുന്ന ഒഡീഷയോ അടങ്ങുന്ന പല മണ്ഡലങ്ങളും എല്ലാം പണ്ട് കാലങ്ങളിൽ കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന മണ്ഡലങ്ങളാണല്ലോ. ഒരു 10-60 വർഷത്തെ ചരിത്രം കോൺഗ്രസിന് പറയാനുണ്ടല്ലോ. അപ്പോൾ ഒന്ന് മടങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാമാവിശേഷമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാമാവിശേഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസിലാവട്ടെ പ്രവർത്തിക്കാൻ ആളുകളില്ലാതെ വരുന്നു, സംഘടിപ്പിക്കാൻ ആളുകളില്ലാതെ വരുന്നു, എല്ലാവർക്കും നേതാക്കന്മാരാകണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം മാത്രം. ഇപ്പോൾ ഏറെ രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള ഇത് തുറന്നു പറഞ്ഞിട്ടുള്ള PJ കുര്യൻ തന്നെ, അദ്ദേഹം തന്നെ 10-40 വർഷമായിട്ട് പാർലമെന്റ് രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇനി കിട്ടാനുള്ള സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഒരു വട്ടം MLA ആയിരിക്കുന്ന വ്യക്തികൾ തന്നെ പിന്നെ തുടരെ MLA ആയിക്കൊണ്ടിരിക്കുന്നു, MP ആയിരിക്കുന്ന വ്യക്തികൾ തന്നെ പിന്നെ തുടരെ കണ്ടിന്യൂസ് ആയിട്ട് MP ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കൊടുക്കുന്ന സുരേഷൊക്കെ നമുക്കറിയാമല്ലോ, എത്ര കാലമായിട്ട് MP ആയിരിക്കുന്നു. അപ്പോൾ വീണ്ടും വഴി മാറി കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഏറെ തകർച്ച നേരിടുന്നു എന്ന് അവർ തന്നെ തുറന്നു പറയുന്നു. പിന്നെ അതുമാത്രമല്ല, ഒരു വലിയൊരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുന്നു. അത് ദേശീയ തലത്തിൽ അത് BJPക്ക് ഗുണം ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴിയില്ലാത്ത കൊണ്ട്, ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വഴിയില്ലാത്ത കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന അടൂർ പ്രകാശ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊന്നും ഈ പറയുന്ന ബൂത്ത് കമ്മിറ്റികളിലോ ഈ പറയുന്ന ഇലക്ഷൻ കമ്മിറ്റികളിലോ വർക്ക് ചെയ്യാനോ അവിടെ മണ്ഡലത്തിൽ ഇരിക്കാൻ പോലും പ്രവർത്തകരില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത്, ഒരു MP തന്നെ തുറന്നു പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം രാധാകൃഷ്ണൻ തന്നെ തുറന്നു പറയുന്നു, ഇത് ഈ പറയുന്ന റീലല്ല വേണ്ടത്, റിയാലിറ്റിയാണ് വേണ്ടത് എന്ന് പറയുന്നു. പക്ഷേ ഇത് പറയുന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ പറയുന്ന ഏറെ കാലത്തെ ഇതിൽ നിന്ന് ഈ പറയുന്ന പാർലമെന്റ് ലൈഫ് ഒഴിച്ചുകൂടാനാകാത്ത നേതാക്കന്മാരാണ്. അവർക്ക് എന്നും അധികാരം വേണം, അധികാരമില്ലെങ്കിൽ ഈ നേതാക്കളും ഇല്ല. അപ്പോൾ വെറുതെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വടംവലി മാത്രമായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അതായത് ഇപ്പോൾ അർജുൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കുന്ന നേതാക്കന്മാർ, സീനിയർ ആയിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ തുടർച്ചയായി MLA-മാരും MPയും അധികാര സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികളാണ്. അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാതെ പുറത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, യുവ നേതാക്കന്മാർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ഒരു യുവനിര നേതാക്കന്മാരുണ്ട്, എല്ലാവരുടെയും പേര് പറയണമെന്നില്ല. ഇവരൊക്കെ പെട്ടെന്ന് ഒരു വലിയ ഉയർച്ചയിലോട്ട് വന്ന് തങ്ങളുടെയൊക്കെ സ്ഥാനം പോവുമോ? പുതിയ MLA-മാരായിട്ട് ഇവരൊക്കെ വരുമോ? അല്ലെങ്കിൽ പുതിയ തരത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നൊക്കെ ഒരുപാട് സ്ഥാനങ്ങൾ ഈ പറയുന്ന ജനപ്രതിനിധികളായി വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന ഒരു ഭയം കൊണ്ടാവുമോ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്?
ഭയമെന്ന് എനിക്ക് തോന്നുന്നില്ല, പറയാൻ കഴിയില്ല. ഈ പറയുന്ന പോലെ ആ ഒരു നേതാക്കന്മാർ, ഇപ്പം നമ്മൾ ഷാഫി പറമ്പിലെടുത്താലും രാഹുൽ മാങ്കൂട്ടത്തിലെടുത്താലും അവർ വളർന്നു വന്ന് MLA ആവാം, അല്ലെങ്കിൽ മന്ത്രിയാവാം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കേന്ദ്രത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അടുത്ത കാലത്തൊന്നും കേരളത്തിൽ വരില്ല. കേന്ദ്രത്തിൽ വരില്ല. അല്ല, കേരളത്തിൽ ഈ പറയുന്ന സമ്പൂർണ്ണ അധികാരം ഇല്ലാതെ കോൺഗ്രസിനും ഈ പറഞ്ഞ സംസ്ഥാന ഭരണം കൊണ്ടൊന്നും കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല. സംസ്ഥാനത്തെ ഭരണം കിട്ടിയെന്ന് കരുതിയിരുന്നാലും അല്ല, ഈ പറയുന്ന പണ്ടത്തെ പോലെ കേന്ദ്രത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അതൊരു കരുത്തായിരുന്നു. ഇനി ആ ഒരു ഭരണം കിട്ടുമെന്നുള്ള ഒരു കരുതൽ നേതാക്കന്മാർക്ക് പോലുമില്ല. അപ്പോൾ ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണം കൊണ്ട് മാത്രം കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല. അതിൽ ഈ പറയുന്ന പോലെ സംഘടനയിൽ കൊഴിഞ്ഞുപോക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കൊഴിഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും BJP-യിലേക്കാണ് കൊഴിഞ്ഞു പോകുന്നത്. ഇന്ന് BJP-ക്ക് ലഭിക്കുന്ന ഒരു 10-20% വോട്ടുണ്ടല്ലോ, അത് ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടേയിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവിടെയും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം നിലനിൽക്കുന്നുണ്ട്, കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഈ വലിയ തരത്തിലുള്ള ഏതൊക്കെ മേഖലകളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, ഏതൊരു മേഖല ചൂണ്ടിയാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു വലിയ സമരവേലിയേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് നേതാക്കന്മാർക്ക് ഒരു വിമർശനമുണ്ട്. നമ്മൾ അതും കൂടി ആലോചിക്കണം. റീൽസ് മാത്രമല്ല, പക്ഷെ അത് വളരെ കറക്റ്റ് അല്ലേ എന്നുള്ളതാണ്. അതായത് ഈ പറയുന്നത് പോലെ ഒരു സമരം സൃഷ്ടിക്കാൻ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കണ്ടിന്യൂസ് ആയ ഒരു സമരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? അല്ല, നമ്മളൊരു മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിൽ തന്നെ 25 പേരെ, ഒരു ബൂത്ത് കമ്മിറ്റികളിൽ തന്നെ 25 പേരെ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നല്ല അതിൻ്റെ നേതാക്കന്മാർ തന്നെ തുറന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആ കൂട്ടർക്ക് ഈ പറയുന്ന ഒരു വലിയ സമരമുഖം തുറക്കാൻ കഴിയുന്നത്? അപ്പോൾ യാതൊരു പ്രവർത്തനവും ഇല്ലാതെ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും നമുക്കറിയാമല്ലോ. ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ നിരന്തരം നരേന്ദ്രമോദിയെ സ്തുതിക്കുകയാണ്, ഈ പറയുന്ന സർക്കാരിനെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ അതെന്ത് ഇൻറ്റൻഷനാണ് ബാക്കി പ്രവർത്തകർക്ക് കൊടുക്കുന്നത്? ഒരു നടപടിയും ഈ പറയുന്ന പോലെ എന്താണ് ഈ കൂട്ടർ ഈ തരൂരിനെതിരെ എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്തും ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് സർവോപരിയായിട്ട് ഈ കേരളത്തിൻ്റെ ഒരു ലോക്കൽ നേതാവല്ല അദ്ദേഹം ഒരു വേൾഡ് വൈഡ് ഫെയിമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരി നല്ലത് ചെയ്താൽ അത് നല്ലത് പറയാം എന്ന ഒരു പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നത് അത് മാതൃകാപരമല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ ഒരു എതിർ പാർട്ടി ആയതുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്ന, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രമോദി ആയിക്കോട്ടെ, അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും കണ്ണടച്ചെതിർക്കണം എന്നൊരു നിലപാടുണ്ടോ? സാധാരണ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെയും ഈ പറയുന്ന പ്രധാനമന്ത്രിയും എല്ലാം എതിർക്കേണ്ടതാണുള്ള ഒരു നിലപാടുള്ളത്. പക്ഷെ അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല. അങ്ങനെ കൂട്ടാക്കാത്ത അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇപ്പോൾ വേറൊരു വ്യക്തിയായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പുറത്താകേണ്ടതല്ലേ, പാർട്ടിയിൽ നിന്നുകൊണ്ട് പുറത്താകേണ്ടതല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള ഒരു നടപടി ഈ പറയുന്ന നേതൃത്വം കൈക്കൊള്ളുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ഇന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ മുൻ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രവർത്തകർ തന്നെയായിരുന്നു, മുന്നേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു. എത്രമാത്രം MLA-മാരെയും MP-മാരെയും ആണ് ഈ പറയുന്ന കോൺഗ്രസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വ്യാപകമായിട്ട് ഈ പറയുന്ന BJP-യുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സംഘടന നാമാവിശേഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് PJ കുര്യൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഒരു സമ്പൂർണ്ണമായിട്ട് നാനാവിശേഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. പിന്നെ സംസ്ഥാനത്തെ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ കൂട്ടരെ തിരഞ്ഞെടുക്കുന്നു. ഇനി ഭാവിയിൽ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഈ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് വിജയിക്കാൻ പറ്റിയത്. അതല്ലാതെ അവരുടെ പ്രവർത്തന മികവ് കൊണ്ടോ സംഘടനാശേഷി കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമത കൊണ്ടോ ഒന്നും തന്നെ അല്ല. തീർച്ചയായിട്ടും. എന്തായാലും ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിക്കൊണ്ട് സീനിയർ നേതാക്കന്മാർ ഉന്നയിച്ച വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. കൃത്യമായും അതിൽ ഗൗരവമായ കാര്യമുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച്, യുവ നേതാക്കന്മാരെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഉത്തരവാദിത്വം ഈ പറയുന്ന സീനിയർ നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത ഇലക്ഷനിൽ അധികാരത്തിൽ വരണമെങ്കിൽ പോലും കോൺഗ്രസ് കുറച്ചുകൂടെ ശക്തമായ പുനർവിചിന്തനം നടത്തിയാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും.